മടുതോറും മുമ്പയുടെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നറിയുന്ന രാജീവൻ ആകെ തകരുകയാണ്. അവിടെ വെച്ച് താൻ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന രാജീവൻ എങ്ങനെയെങ്കിലും അലീനയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം. അതിനു വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പേരെ വിളിച്ച് അലീനയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടയിൽ മനു അവരുടെ സംഭാഷണം കേൾക്കാനിടയാകുകയും മനു ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, കൊച്ചച്ചൻ ഇത് ആരെയാണ് വിളിക്കുന്നത്, ആരെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അത് മറ്റാരെയുമല്ല അലീനയെ തന്നെയാണ്, ആ വൈജയന്തിയുടെ വീട്ടിൽ നിൽക്കുന്ന അലീനയെ. അവളെ തിരിച്ച് ബാലചന്ദ്രൻ കൂട്ടിക്കൊണ്ടുവന്നു, ഞാൻ അവളെ അടിച്ചിറക്കി വിട്ടതാണ് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, കൊച്ചിച്ചൻ ഒരു കാരണവശാലും അവിടെ ചെന്നത് ചെയ്യാൻ പാടില്ലായിരുന്നു. പിറ്റേ ദിവസം തന്നെ രാജീവൻ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചെന്നപാടെ ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി ഒന്ന് രണ്ട് വർത്തമാനം പറയണം എന്ന് വിചാരിച്ചിട്ടാണ് രാജീവൻ അവിടേക്ക് പോയത്. അവിടെ ചെന്നപാടെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ പെണ്ണിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ, ഇവിടുന്ന് അടിച്ചിറക്കി തെരുവിലോട്ട് വിട്ടവളെയല്ലേ നിങ്ങൾ തിരിച്ച് വീണ്ടും കൊണ്ടുവന്നത്, നിങ്ങൾക്കപ്പോൾ വൈജയെ വേണ്ടേ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇത്ര വിവരമില്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒറ്റ വർത്തമാനത്തിൽ തന്നെ രാജീവൻ്റെ വാ അടയ്ക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അനിയത്തി 22 വർഷങ്ങൾക്ക് മുമ്പ് പിഴച്ചതല്ലേ, പിഴച്ചു പ്രസവിച്ച ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞില്ലേ, അതിനെന്താ നിനക്ക് മറുപടിയില്ലേ, അത്രത്തോളം ഒന്നും അതമ്പതിച്ചിട്ടില്ല രാജീവ ഈ ബാലചന്ദ്രൻ ഉണ്ടാക്കിയ വീട്ടിലാണ് ബാലചന്ദ്രൻ കഴിയുന്നത്, അല്ലാതെ നിന്റെ അച്ഛൻ കൊണ്ടുവന്ന വീട്ടിലല്ല. അന്ന് എൻ്റെ തലയിൽ നിന്റെ സഹോദരിയെ എല്ലാവരും കൂടെ കെട്ടിവെച്ചില്ലേ, അന്ന് ഞാൻ നിന്റെ അച്ഛൻ കുഞ്ഞിരാമൻ ഉണ്ടാക്കിയ പണം മോഹിച്ചിട്ടല്ല അവളെ വിവാഹം കഴിച്ചത്. ഞാൻ അവളെ വിവാഹം കഴിക്കുമ്പോഴും എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടായിരുന്നു, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രാജീവന് തിരിച്ചു പറയാൻ ഒരു വാക്കും കിട്ടുന്നില്ല. രാജീവൻ പതിയെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ മനു അവിടെയുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കൊച്ചച്ച അവിടെ ചെന്നിട്ട്, ബാലചന്ദ്രൻ അങ്കിളിനെ കണ്ടിരുന്നോ, അങ്കിൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ, ദേഷ്യത്തിലായിരുന്നോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. രാജീവൻ തിരിച്ച് മനുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വൈജയുടെ വീട്ടിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ അലീനയെ എവിടെ നിന്നാണ് നീ കൊണ്ടുവന്നത്, നീയും മുത്തശ്ശനും കൂടെ. അപ്പോൾ മനു പറയുന്നുണ്ട്, അത് കൊച്ചച്ച അന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഓർഫണേജിൽ പോയിട്ടാണ് കൊണ്ടുവന്നത്. അവിടെ ചെന്നപ്പോൾ മുത്തശ്ശനാണ് പറഞ്ഞത്, ഈ പെൺകുട്ടിയെ തന്നെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന്. അവൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു, അപ്പോൾ ഇവളെ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശൻ എന്നെയും കൂട്ടി അലീനയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ, എന്ത് പറ്റി കൊച്ചച്ച, എന്താണ് അലീനയെ പറ്റി ഇപ്പോൾ ചോദിക്കാൻ എന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അലീനയെ പറ്റി മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മനു ആദ്യം, ഇല്ല കൊച്ചച്ച, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല, അവിടെ ഒരു ബ്രിജിത മാം ഉണ്ടായിരുന്നു, അവരാണ് അലീനയെ ഞങ്ങളെ ഏൽപ്പിച്ചത്, അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കൊച്ചച്ച എന്നൊക്കെ പറഞ്ഞ് വഴി മാറാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും രാജീവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇവളെ തന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് മുത്തശ്ശൻ ഇത്ര വാശി പിടിക്കുമ്പോൾ അതെന്തായിരിക്കും എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മനു ആദ്യം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരുപാട് തവണ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെന്നപ്പോൾ ബാലചന്ദ്രൻ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞത് വൈജയന്തിയെ പറ്റിയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ കൊച്ചച്ച, എന്താ പറഞ്ഞത് ബാലചന്ദ്രൻ അങ്കിള്? അത് മനു, വൈജയന്തി 22 വർഷങ്ങൾക്ക് മുമ്പ് പിഴച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ എന്ന് അയാൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു മനു എന്ന് പറയുമ്പോൾ മനു അത് ആകെപ്പാടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതെങ്ങനെയാണ് ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ മനുവിന് പിന്നെ വേറെ നിവൃത്തിയില്ലാതെ രാജീവിനോട് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ശരിയാണ്, അത് ആ അലീന തന്നെയാണ് വൈജയന്തി ആൻറ്റിയുടെ മകള്, അത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അന്ന് മുത്തശ്ശൻ എന്നെയും കൂട്ടി ഓർഫണേജിലേക്ക് പോകുന്ന സമയത്ത് തന്നെ എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറ്റാരെയും അറിയിച്ചില്ല. അങ്കിളിപ്പോൾ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ വായിൽ നിന്ന് തന്നെ ഈ ഒരു സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനിനി മറച്ചു വയ്ക്കുന്നില്ല. അങ്കിള് അവളെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ, അതും സ്വന്തം പെങ്ങളുടെ മോളെ, അവളെയാണോ അങ്കിൾ ഇത്രയും നാളും ഇങ്ങനെ ദ്രോഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ മനു പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, മനു അത് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ മനു, അത് വൈജയന്തിയുടെ എൻ്റെ സ്വന്തം പെങ്ങളുടെ മകളാണ് എന്നുള്ള കാര്യം. ഞാനിനി അവളെ എങ്ങനെ മുഖത്ത് നോക്കും, ഞാൻ എന്തുമാത്രം അവളെ ഉപദ്രവിച്ചു, എന്തെല്ലാം വൃത്തികേടുകൾ ഞാൻ അവളെ മുഖത്ത് നോക്കി സംസാരിച്ചു, ബാലചന്ദ്രനെ വെച്ചിട്ട് ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു, ഇനി എങ്ങനെ ഞാൻ ഇനി അവളുടെ മുഖത്ത് നോക്കും എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അത് സാരമില്ല അങ്ങളെ, അങ്ങളിനെ അറിയില്ലായിരുന്നു കൊച്ചിച്ച,
അത് കൊച്ചച്ഛൻ അറിയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, മനു എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയി അവളെ കണ്ടൊന്ന് മാപ്പ് പറയണം. അപ്പോൾ മനു പറയുന്നുണ്ട്, വേണ്ട കൊച്ചച്ച വേണ്ട. ബാലചന്ദ്രൻ അങ്കിള് ഒന്നാമത് ദേഷ്യത്തിലാണ്. അന്ന് അലീനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിലും പിന്നെ ഇപ്പോൾ ചെന്ന് ബാലചന്ദ്രൻ അങ്കിളിനോട് ചോദ്യം ചെയ്തതിലും ഒക്കെ അങ്കിളിന് കൊച്ചച്ഛനോട് വല്ലാത്ത ദേഷ്യമുണ്ട്. എന്തെങ്കിലും പ്രശ്നമാവുകയാണെങ്കിൽ കൊച്ചച്ഛന് ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കൊച്ചച്ച. അപ്പോൾ രാജീവൻ പറയുകയാണ്, അത് സാരമില്ല, എനിക്കെങ്ങനെയെങ്കിലും എനിക്കൊരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പേ എനിക്ക് അലീന മോളോട് മാപ്പ് പറഞ്ഞേ മതിയാവൂ മനു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ശരി കൊച്ചച്ഛൻ വീട്ടിനകത്ത് കയറണ്ട, കാറിലിരുന്നാൽ മതി, ഞാൻ പോയി അലീനയെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പിറ്റേ ദിവസം തന്നെ അലീനയെ കാണാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് രാജീവൻ കാറിൽ തന്നെ ഇരിക്കുകയാണ്. മനു ചെന്ന പാടെ തന്നെ അലീനയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. നിന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് രാജീവനാണ്. അലീനയ്ക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു പേടിയൊക്കെ തോന്നി. എന്താ സാറേ, ഞാൻ ഒരു ഉപദ്രവവും ചെയ്യുന്നില്ലല്ലോ, എന്തിനാ ഇന്നും എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ രാജീവൻ പറയുകയാണ്, ഇല്ല മോളെ ഇല്ല, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയി. നീ എന്നോട് ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞിട്ടും എന്താണ് കാര്യമെന്നുള്ള കാര്യം അലീന മനസ്സിലാക്കുന്നില്ല. അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, അതൊന്നും സാരമില്ല സാറേ, വൈജയന്തി മാഡത്തിന് വേണ്ടിയിട്ടല്ലേ സാർ ഇങ്ങനെയൊക്കെ ചെയ്തത്? മാഡത്തിനോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടല്ലേ ചെയ്തത്, അതിൽ എനിക്ക് സങ്കടമില്ല എന്ന് പറയുമ്പോൾ അലീനയുടെ മുഖത്ത് നോക്കി രാജീവൻ ചോദിക്കുന്നുണ്ട്, നീ വൈജയന്തിയുടെ മകളാണോ? വൈജയന്തി 22 വർഷങ്ങൾക്ക് മുമ്പ് ജന്മം നൽകിയ ആ കുഞ്ഞാണോ നീ എന്ന ചോദ്യത്തിന് അലീന ഞെട്ടലോടെയാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് രാജീവൻ ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന് ആലോചിച്ചിട്ട്. നിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് മനുവും നിന്റെ മുത്തശ്ശനും കൂടെ വന്നതാണോ? മുത്തശ്ശൻ നിന്നെ തന്നെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇതായിരുന്നോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ആയിരിക്കാം. മുത്തശ്ശൻ അന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നത് ഞാൻ മരിച്ചുപോയി എന്നല്ലേ. 3 വയസ്സാകുന്ന സമയത്ത് ഞാൻ മരിച്ചുപോയി എന്നിരുന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. പക്ഷേ മുത്തശ്ശന് അങ്ങനെ എന്നെ കളയാൻ മനസ്സ് വന്ന് കാണില്ല. അതായിരിക്കും ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ കൊണ്ടെത്തിച്ചത്. പക്ഷേ അമ്മയ്ക്ക് എന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അമ്മയ്ക്ക് ഞാൻ എന്തോ ഒരു ശത്രുവിനെ പോലെയാണ് അമ്മ എന്നെ കരുതുന്നത്. ബാലചന്ദ്രൻ സാറ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നറിഞ്ഞാൽ അമ്മ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. അമ്മയ്ക്ക് ഒരാളുടെ മുമ്പിലും തോറ്റു കൊടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അമ്മയുടെ മകളാണ് എന്ന് അമ്മ അറിയണ്ട. അത് ബാലചന്ദ്രൻ സാറ് അറിഞ്ഞു എന്നുള്ള കാര്യവും അമ്മ അറിയണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞോളാം എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, മോളെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. എൻ്റെ സ്വന്തം പെങ്ങള്, എൻ്റെ വൈജയന്തിയുടെ മകളാണ് നീ എന്നുള്ള കാര്യം. ഞാൻ നിന്നോട് കാണിച്ച എല്ലാ ദ്രോഹങ്ങൾക്കും ഈ മാമൻ നിന്നോട് മാപ്പ് പറയുന്നു മോളെ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ മാമ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അമ്മയുടെ ഭാഗത്തല്ലേ നിന്ന് സംസാരിച്ചത്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരിക്കലും ഈ കാര്യങ്ങൾ മാമൻ അമ്മയോട് പറയരുത്. അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരു കാരണവശാലും സഹിക്കില്ല. കാരണം അമ്മ എന്നോട് അത്രയധികം ദ്രോഹമാണ് ചെയ്തത്. അതുപോലെ മനുവും പറയുന്നുണ്ട്, ആൻറ്റി ഇതറിയുകയാണെങ്കിൽ ആൻറ്റിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. ഇത്രയും നാളും ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് വിശ്വസിച്ചിരുന്നിട്ട് പെട്ടെന്ന് നീയാണ് ആ കുഞ്ഞ് എന്നറിയുമ്പോൾ ആൻറ്റിക്കത് സഹിക്കാൻ പറ്റില്ല. തൻ്റെ മകളെയാണ്, തൻ്റെ സ്വന്തം മകളെയാണ് ഇത്രയും നാളും താൻ വെറുത്തതും ദ്രോഹിച്ചതും എന്നറിയുമ്പോൾ ആൻറ്റിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. അതുകൊണ്ട് എന്തായാലും ഈ കാര്യം ഇനി കുറച്ച് നാളെങ്കിലും ആൻറ്റി അറിയിക്കാതെ നമുക്ക് മൂടി വയ്ക്കാം. ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ അങ്കിൾ അറിഞ്ഞു എന്നുള്ള കാര്യം ആൻറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻറ്റി അയാളെ ഇത്രയും നാൾ വഞ്ചിച്ചു എന്നുള്ള കുറ്റബോധം മുഴുവനും ആൻറ്റിക്കുണ്ടായിരിക്കും. ഇത്രയും നാളും ആൻറ്റി തലയുയർത്തി ആരുടെ മുന്നിൽ തോൽക്കാതെ നിന്നതാണ്. പെട്ടെന്ന് ബാലചന്ദ്രൻ സാറ് ഇത്രയും അധികം സ്നേഹിച്ചിരുന്ന സ്വന്തം ഭർത്താവ് തന്നെ വെറുക്കാനുണ്ടായ കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്കതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ആളാണ് ആൻറ്റി. അതുകൊണ്ട് എന്തായാലും ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മറ്റൊരാൾ അറിയണ്ട എന്ന് അലീനയുടെ മുഖത്ത് നോക്കി മനു പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കറിയാം മനുവേട്ട, ഞാൻ അതുകൊണ്ടല്ലേ ഇത്രയും നാളും ഇവിടെ അമ്മ എന്നെ എന്തെല്ലാം ദ്രോഹിച്ചിട്ടും അതുപോലെ ബബുദയും രോഹിത്തും എല്ലാം എന്നോട് ഈ ക്രൂരത ചെയ്തിട്ട് പോലും ഞാൻ അവരെ എൻ്റെ സ്വന്തം ആങ്ങളെയായിട്ടും പെങ്ങളായിട്ടും കരുതുന്നത്. അല്ലെങ്കിലും അതങ്ങനെ തന്നെയല്ലേ.
അതുകൊണ്ടാണ് അതെല്ലാം ആ വിഷമമെല്ലാം ഞാൻ ഉള്ളിലൊതുക്കി ഞാൻ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറ്റാരെയും ഇത് അറിയിക്കില്ല. ആർക്കും ഞാനൊരു ദ്രോഹമാവില്ല. ഞാൻ എൻ്റെ അമ്മയെ കണ്ട് ഞാൻ ഇവിടെ അങ്ങ് ജീവിച്ചോളാം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട ശേഷം അലീനയോട് ഒരുപാട് സ്നേഹത്തിലാണ് രാജീവൻ സംസാരിക്കുന്നത്. വീണ്ടും രാജീവൻ പറയുന്നുണ്ട്, മോളെ അലീനെ, എന്നോട് ക്ഷമിക്കണം. ഈ മാമനോട് നീ വേറെ വെറുപ്പൊന്നും മനസ്സിൽ വെക്കരുത്. ഞാൻ വിചാരിച്ചു വേറെ എവിടെ നിന്നോ വന്ന ഒരു വേലക്കാരി, അതും നമ്മുടെ വീട്ടിൽ വന്ന് ഇത്രയും അധികാരം കാണിക്കുന്നു, ബാലചന്ദ്രനെ എന്തോ കൊടുത്ത് മയക്കിയെടുത്തു, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയ ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് മാമനോട് നീ ക്ഷമിക്കണം. ഒരു കാര്യവും മനസ്സിൽ വെക്കരുത്. എൻ്റെ വൈജിയുടെ മോളാണ് നീ. ഞാൻ നിന്നെ ഇനി ആ കണ്ണുകൊണ്ടേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ അലീനയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴ തോരും മുമ്പേയുടെ പുതിയ പുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.